ഹായ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. തക്കുട് സ്കൂൾ വിട്ട് വന്നു, അതിന് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഇത് അമ്മച്ചി ഇവിടുന്ന് പത്രം വായിക്കുവാണേ. അമ്മച്ചിക്ക് രാവിലെ ഒരു ക്ഷീണമായതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരമാണ് വായിക്കുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ ടിഫിൻ ബാഗും എല്ലാം ഒന്ന് കഴുകി എല്ലാം എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നാളെ കൊണ്ടുപോകേണ്ടതല്ലേ. അതുകൊണ്ട് എല്ലാം കഴുകി, ടിഫിൻ ബാഗെല്ലാം കഴുകി എടുത്ത് വെച്ചു. പിന്നെ ഞാനിന്ന് അവന് ചിക്കൻ കറി ഉണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കറി ഉള്ളപ്പോൾ അവന് നെയ്ച്ചോറ് കഴിക്കാൻ ഇഷ്ടമാണ്. ഭയങ്കര വലിയ റെസിപ്പിയൊന്നുമല്ല, ഞാനവന് ഇങ്ങനെ നെയ്ച്ചോറ് തട്ടിക്കൂട്ടാക്കി കൊടുക്കും. ഞാൻ ഇങ്ങനെ ക്യാരറ്റും അങ്ങനെ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടുകയില്ല. ജസ്റ്റ് ക്യാരറ്റ് അരിഞ്ഞിട്ടിട്ടിട്ട് നെയ്ക്കകത്ത് വഴറ്റി റൈസ്, ഇതാണ് തനിമ റൈസാണ് യൂസ് ചെയ്യുന്നത്, അതും ഇട്ടിട്ട് അങ്ങനെ തട്ടിക്കൂട്ടൊരു നെയ്ച്ചോറ്. അവന് പിന്നെ ആ നെയ്ച്ചോറിൻ്റെ റൈസായാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു നെയ്ച്ചോറ് ആക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണേ. എങ്ങനെ അതിൻ്റെ റൈസ് വെറുതെ നെയ്യില്ലാതെയാണെങ്കിലും അതിൻ്റെ റൈസ് വേവിച്ച് കൊടുത്താലും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. ഇറച്ചിക്കറി എന്തെങ്കിലും ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇത് കറിവേപ്പില എടുത്തിട്ട് വന്നതാണ്. നമുക്കിവിടെ കറിവേപ്പില ഇല്ല, അപ്പോൾ അടുത്തുനിന്ന് എടുത്തിട്ട് വന്നതാണ് കറിവേപ്പിലയെ. പിന്നെ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ. എന്നിട്ട് കുക്കറിനകത്ത് 1 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കും. അങ്ങനെ അപ്പോഴത്തേനും അതേ ഭയങ്കര മഴ, ഭയങ്കര കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഭയങ്കര കാറ്റും ഉണ്ട്. അങ്ങനെ നെയ്ച്ചോറൊക്കെ റെഡിയായി. കുറച്ചൊരു ഓഫ് ചെയ്യാൻ ഞാൻ ഓടി വന്നപ്പോഴത്തേനും അടുത്ത വിസിൽ വരാറായിരുന്നു. അവിടെ ഒരു ശകലം വെന്തു, കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ചിക്കൻ കറി എടുത്ത് കുഞ്ഞിന് വേറെ സാലഡോ അങ്ങനത്തെ ഒന്നും വേണ്ട. സാലഡാണെങ്കിലും അങ്ങനെ ഉള്ളിയൊന്നും കഴിക്കില്ല, അതിൻ്റെ ആ ചാറ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ മഴ തുള്ളാൻ തുടങ്ങിയായിരുന്നു. സൂപ്പറാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ കുറേ ദിവസമായി ഇവിടെ ഒരു പായസം മിക്സ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു പായസം വെക്കാമെന്ന്. ഇതെനിക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. വേറെ പായസം അരിപ്പായസം ഇഷ്ടമാണ്, വേറെ ഒന്നും അങ്ങനെ ഞാൻ കുടിക്കലില്ല. സേമിയ പായസം എനിക്ക് പിന്നെ ഇഷ്ടമാണ്. ഇത് ബ്രാഹ്മിൺസിൻ്റെ ഒരു പായസം മിക്സ്, ഞാൻ ഈസ്റ്റേണിൻ്റെ എപ്പോഴും മേടിക്കാറ്. അപ്പോൾ ഇത് ഞാൻ ബ്രാഹ്മിൺസിൻ്റെ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമായത് ഈസ്റ്റേണിൻ്റെ തന്നെയാണ്, ബ്രാഹ്മിൺസിനെക്കാട്ടിലും ഇഷ്ടമായത്. അങ്ങനെ പായസം ആ ഒരു പാക്കറ്റിന് 1.5 ലിറ്റർ പാൽ വേണം, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. കറണ്ടില്ല, എന്നാൽ ഇവിടെ ആ വലിയ കാറ്റും മഴയും വന്നപ്പോഴത്തേനും കറണ്ട് പോയി, വെളിച്ചമേ ഇല്ല. എനിക്ക് സ്റ്റൗ ഇരിക്കുന്ന അങ്ങോട്ട് വെളിച്ചം കുറവാണ്, ജനൽ തുറന്നിട്ടാലും അത്ര വെളിച്ചമില്ല. അങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇൻവെർട്ടറാണ്. അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ അവിടെയുള്ള സ്ട്രിങ് ലൈറ്റ് കത്തത്തുള്ളൂ. അങ്ങനെ സ്റ്റൗവിൻ്റെ മേലെയുള്ള ലൈറ്റ്സ് ഉണ്ടല്ലോ, അത് കത്തണമെങ്കിൽ കറണ്ട് വേണം. അങ്ങനെ നമ്മുടെ പായസം എല്ലാം തിളച്ച് നല്ല ചൂട് പായസം. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് സേമിയ. ആദ്യമൊന്നും കുടിക്കുകയില്ലായിരുന്നു. അയ്യോ, ചെറുതായിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നിർബന്ധിച്ചിങ്ങനെ ഇരുത്തി കുടിപ്പിക്കണം, ഇഷ്ടമേ അല്ല, കുടിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ സേമിയ പായസം ഇഷ്ടമാണ്. എനിക്ക് ഈസ്റ്റേണിൻ്റെ ഞാൻ മിക്സ് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ട്, നമ്മൾ എക്സ്ട്രാ വറുത്തിടുകയൊന്നും വേണ്ടേ. പക്ഷേ ഇതിനൊന്നുമില്ല, ഇതിനകത്തില്ല, ഇത് എക്സ്ട്രാ വറുത്തിടണം. അങ്ങനെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റായപ്പോൾ നമ്മൾ ആ നെയ്യെല്ലാം ചേർക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പ് വറുത്തിട്ടു. ഞാൻ ഇതിനകത്തുണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒന്നും മേടിച്ചില്ല, മുന്തിരി ഒന്നുമേ. പിന്നെ ഇവിടെ ഇരുന്ന് കുറച്ചുണ്ടായിരുന്നത് കൊണ്ട് ഞാനങ്ങ് ചെയ്തതാണ്. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഇപ്പം മേടിച്ച ഒരു ബൗളാണേ. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളിയാണ്. പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ കുഴിവില്ല. നമുക്കിങ്ങനെ ഒരു സാധനം ഇങ്ങനെ കുഴിഞ്ഞിട്ടല്ലേ വേണ്ടത്, ഇതിങ്ങനെ പരന്നിട്ടാണ്. അങ്ങനത്തെ ഒരു ഫാൾട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം ക്വാളിറ്റി വൈസ് എല്ലാം സൂപ്പറാണേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒരു മഗ്ഗും കൂടെ ഞാൻ ഇന്നാൾ മേടിച്ചായിരുന്നു, ഇതേ സെയിം ഡിസൈനാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ അതിനകത്ത് ആദ്യമായിട്ട് പായസം എടുത്തു, കുഞ്ഞിനും കൊടുത്തു. ഇത് അമ്മച്ചി അങ്ങനെ കുടിക്കുന്നതല്ല,
പിന്നെ അമ്മച്ചിക്കും കുറച്ച് കൊടുത്തു. അങ്ങനെ എല്ലാവരും ലൈക്ക് ഷെയർ